ഹായ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന സ്നാക്ക് എന്ന് പറയുന്നത് ഒരു ഹെൽത്തി സ്നാക്കാണ്. അപ്പോൾ അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിപ്പോൾ എടുത്തേക്കുന്നത് നേന്ത്രപ്പഴമാണ്. 3 നേന്ത്രപ്പഴമൊന്നും ആവശ്യമില്ല, ഞാൻ ഡെമോയ്ക്ക് വേണ്ടി മാത്രം എടുത്തതാണ്. അപ്പോൾ ബ്ലാക്കൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ചീത്തയാണെന്ന്. ഒരിക്കലല്ല കേട്ടോ, ബ്ലാക്ക് ആയിട്ടുള്ള നേന്ത്രപ്പഴമാണ് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളത്. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് 2 മുട്ട, ശരിക്കും 3 മുട്ട വേണം കേട്ടോ. അതുപോലെ 1.5 നേന്ത്രപ്പഴം. എൻ്റെ കണക്ക് കുറച്ച് തെറ്റിയിട്ടുണ്ട്, ക്ഷമിക്കണം, ഞാൻ അത്ര എക്സ്പേർട്ടൊന്നുമല്ല. അപ്പം നമ്മൾ ഈ നേന്ത്രപ്പഴം ഒന്ന് തോലൊക്കെ കളഞ്ഞ് ഒന്ന് ചെറുതായിട്ട് നീളത്തിൽ കട്ട് ചെയ്യണം. ഞാനിവിടെ ഒരെണ്ണം എടുത്ത കാണിക്കണത്, പക്ഷെ ഒരു 1.5 എങ്കിലും വേണം കേട്ടോ. പിന്നെ ഇതൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഒരെണ്ണം കാണിച്ചിട്ടുള്ളൂ, പക്ഷെ 1.5 വേണം കേട്ടോ. അതുപോലെ തന്നെ 2 മുട്ടയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. പക്ഷെ 3 മുട്ട എടുക്കണം കേട്ടോ നിങ്ങൾ എടുക്കുമ്പോൾ. കാരണം എനിക്ക് കുറച്ച് മിസ്റ്റേക്കുകൾ പറ്റിയിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. പക്ഷെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. പക്ഷെ അതിൽ ചെറിയൊരു എന്താ പറയുക കുറവ് തോന്നി. അതാണ്, നിങ്ങൾക്ക് മനസ്സിലാവും അവസാനം വീഡിയോ കാണുമ്പോൾ. അവസാനം വരെ വീഡിയോ കാണണേ എല്ലാവരും, ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമ്മൾ ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നെയ്യ് ഒഴിച്ചു, എന്നിട്ട് ഈ നേന്ത്രപ്പഴം മുറിച്ചതല്ല, നടുകെ കീറി നടുക്ക് ഇങ്ങനെ കീറി കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചാണ്. നമ്മൾ പഴമൊക്കെ വാട്ടില്ല എന്ന പോലെ തന്നെ അത് കുറച്ച് ടൈം വെച്ചാൽ മതി കേട്ടോ, അധികം ടൈമൊന്നും വെക്കണ്ട. എന്നിട്ട് അത് ഒരുവിധം വാടി വരുമ്പോൾ തിരിച്ചൊന്നും ഇടേണ്ട ആവശ്യമില്ല. വാടി വരുമ്പോൾ നമുക്ക് ഈ മുട്ട പൊട്ടിച്ചില്ലേ അതങ്ങോട്ട് ഒഴിക്കാം. 2 അല്ല 3 മുട്ട എടുക്കണം കേട്ടോ. എനിക്ക് ഈ 2 എൻ്റെ കണക്ക് തെറ്റിയതാട്ടോ, എല്ലാവരും ക്ഷമിക്കണേ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ. അപ്പോൾ നമ്മളിത് ഒരു അത്യാവശ്യം പഴമൊക്കെ വാട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് മുട്ട ഒഴിച്ചത്. കണ്ടോ, സൈഡൊക്കെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പം നമ്മളൊരു പാത്രം വെച്ച് അടച്ചിട്ട് തിരിച്ചിടണം, അല്ലെങ്കിൽ വേറൊരു പാൻ വെച്ച് തിരിച്ചിട്ടാലും കമിഴ്ത്തിയിട്ട് തിരിച്ച് വെച്ചാലും മതിയാവും. അപ്പം ഞാൻ പാത്രം എടുത്തേക്കണം, ഒരു വലുപ്പമുള്ള പാത്രം, അതിന് തിരിച്ചിട്ടതാണ് കാണണം കേട്ടോ. അപ്പം അധികം ടൈമൊന്നും വേണ്ട, ഒരു മിനിറ്റിനുള്ളിൽ സംഭവം റെഡിയാവും തിരിച്ചിടുമ്പോൾ. എന്നിട്ട് എല്ലാം സെറ്റായി നമ്മളൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഭയങ്കര ഹെൽത്തിയാണ് കേട്ടോ. കുട്ടികൾക്ക് വൈകിട്ടൊക്കെ വരുമ്പോൾ സ്നാക്കായിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു ഹെൽത്തി സംഭവമാണിത്. അപ്പോൾ ഞാനിതിങ്ങനെ മുറിക്കാൻ പോവാണേ. മുറിക്കുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുക, ചെറുതായിട്ട് ആ പഴം അങ്ങോട്ട് മുറിഞ്ഞു പോണ പോലെ തോന്നും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 2 അല്ല 3 മുട്ട എടുക്കണമെന്ന്, എന്നാലേ കുറച്ച് സെറ്റായിട്ട് കിട്ടുള്ളൂ. കണ്ടോ, ചെറുതായിട്ടൊന്ന് വിട്ട് വരുന്നുണ്ട്. 3 മുട്ട എടുത്താൽ കറക്റ്റായിട്ട് ആ ലെവലിൽ കിട്ടും കേട്ടോ. എൻ്റെ പരീക്ഷണങ്ങളാണ്, ആർക്കൊന്നും തോന്നരുത്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. മുന്നോട്ടുള്ള എൻ്റെ വീഡിയോസും ഷോർട്സൊക്കെ കണ്ട് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ വീഡിയോയിൽ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ വീണ്ടും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നോടം വരെ ബൈ പറയാണ്. ഞാൻ വീണ്ടും പറയുകയാണ്, ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.